നമസ്കാരം. ദേവഭൂമി ദ്വാരകയിലേക്ക് ഒരു തീർത്ഥയാത്ര പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഞങ്ങൾ അപ്പോൾ അതിൻ്റെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള AC വെയിറ്റിംഗ് റൂമിലിരിക്കുകയാണ്. അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള റൂമാണ്. 30 രൂപയാണ് മണിക്കൂർ ചാർജ്. നമ്മൾ തിരുവനന്തപുരം വെരാവൽ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിലാണ്. നമ്മുടെ കൊങ്കൺ വഴിയുള്ള മനോഹരമായ കാഴ്ചകൾ ഒക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ രാത്രി 12:10 ട്രെയിൻ കോഴിക്കോട് നിന്ന് പുറപ്പെടുന്നത്. അതിൻ്റെ അടുത്ത ദിവസം വൈകുന്നേരം 3:30 വെരാവൽ, ഗുജറാത്തിലുള്ള വെരാവൽ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിച്ചേരുന്ന സമയം. അപ്പോൾ പോകുന്ന വഴിക്ക് പല കൊങ്കണിൻ്റെ അത്ഭുത നിർമ്മിതികൾ കാണാൻ പറ്റി. അതുപോലെ പൻവേൽ സ്റ്റേഷൻ്റെ ഏതാണ്ട് 10-25 വർഷം മുന്നേ നിർമ്മിച്ചൊരു സ്റ്റേഷനാണ്. അപ്പോൾ അതിൻ്റെ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ അങ്ങനെയൊക്കെ കണ്ട് ട്രെയിനിലുള്ള ഭക്ഷണമൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ വെരാവൽ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ദീർഘദൂര ട്രെയിനുകളൊക്കെ എത്തിച്ചേരുന്ന ഒരു സ്റ്റേഷനാണെങ്കിലും വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രം ഇപ്പോഴും ഉള്ള ഒരു സ്റ്റേഷനാണ്. ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് ആചാര്യ വിനോദ് കുമാർ ശർമ്മയുടെ കൂടെയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്ന് ആദ്യമായിട്ട് പോയ പ്രഭാസം, ശ്രീകൃഷ്ണൻ അവസാനം അമ്പേറ്റ് വീണ സ്ഥലം, ആ സ്ഥലത്ത് ഉള്ള ഒരു ക്ഷേത്രത്തിലാണ് ആദ്യം പോയത്. അപ്പോൾ അവിടെ ആ വീണ് കിടക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠയുണ്ട്. ഇപ്പോൾ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആൽമരത്തിൻ്റെ ഒരു അവശിഷ്ടം താഴെയും ആൽമരത്തിൻ്റെ മുകൾ ഭാഗം ചില്ലകൾ അമ്പലത്തിന് മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മനോഹരമായൊരു ക്ഷേത്രമാണ്, ഒരു ചെറിയ ഒരു ക്ഷേത്രമാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ കടൽ തീരത്തുള്ള ശിവലിംഗ പ്രതിഷ്ഠകളുടെ അടുത്തേക്കാണ് പോയത്. അപ്പം അങ്ങ് ദൂരെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു വിദൂര ദൃശ്യം കാണാൻ സാധിക്കും. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ത്രിവേണി സംഗമത്തിലേക്കാണ് പോയത്. അപ്പോൾ കറക്റ്റ് സോമനാഥ ക്ഷേത്രത്തിലെ ആരതി ഇപ്പോൾ ത്രിവേണി സംഗമത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു. സോമനാഥ ക്ഷേത്രം നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തത്ര സുന്ദരമായ ക്ഷേത്രമാണ്. പക്ഷേ ഫോട്ടോ എടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതിൻ്റെ ദൃശ്യങ്ങളൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ ധാരാളം ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ. അപ്പോൾ അതിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒന്ന് ഗീതാ മന്ദിർ, ഭഗവത്ഗീതയുടെ ഓരോരോ അധ്യായങ്ങൾ ഓരോരോ തൂണിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി. അതേപോലെ വേറെ ഒരുപാട് ക്ഷേത്രങ്ങൾ, ഉപക്ഷേത്രങ്ങൾ ഒക്കെ ആയി. അപ്പോൾ ഞങ്ങൾ ചെന്ന ആദ്യത്തെ ദിവസം തന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ വൈകുന്നേരം നമുക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ ആ പല ക്ഷേത്രങ്ങളോടും അനുബന്ധമായി ഗോശാലകളുണ്ട്. പിന്നെ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത് നമ്മൾ ഇവിടുന്ന് ചെന്ന് ചേർന്ന ഒരു സ്ഥലം, ഈ വെരാവൽ എന്ന് പറയുന്ന സ്ഥലം ഏതാണ്ടൊരു വളരെ ഒരു ഗ്രാമം പോലെ, റോഡുകളൊക്കെ വളരെ മോശമാണ്. പക്ഷേ കൃഷിയെപ്പറ്റി പറയുമ്പോൾ കേരളത്തെക്കാൾ കൂടുതൽ തെങ്ങ് കാണാൻ സാധിച്ച ഒരു സ്ഥലമാണ് ഈ വെരാവൽ. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ പോയത് സുധാമയുടെ മന്ദിരത്തിലേക്കാണ്. അപ്പോൾ സുധാമയ്ക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ പണി കഴിപ്പിച്ചു നൽകി, അനുഗ്രഹം കൊണ്ട് നൽകി എന്ന് പറയുന്ന ആ ഒരു പഴയ മന്ദിരം, ആ പഴയ മന്ദിരത്തിൻ്റെ ഒരു അവശിഷ്ടം കാണാൻ സാധിച്ചു. അപ്പോൾ അതിൽ വളരെ ഒരു ഇതായി തോന്നിയൊരു കാര്യം, അതുകൊണ്ട് അതിന് സമാനമായ നിർമ്മിതിയാണ് ദ്വാരകയിൽ കാണാൻ സാധിച്ചത്. അതിലെ രണ്ടിലെയും നിർമ്മാണ രീതികൾ ഒരേപോലെയാണ്. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്ന കൊട്ടാരത്തിന് അതേപോലെ തുല്യമായ കൊട്ടാരം ആണ് സുധാമയ്ക്കന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായിത്തീർന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സാമ്യം കാണാൻ സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അപ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിനോട് ചേർന്ന് സുധാമയുടെ ഒരു ചക്രം, അവിടെ ഒരു പരിക്രമണ ചക്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലുള്ള ജീവിതത്തിൻ്റെ ദുർഘട വഴികൾ കാണിക്കുന്ന ഒരു ചക്രമാണ് എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോയി പോർബന്ദറിലേക്കാണ് പോയത്. ഒരു ഭാഗത്ത് മുഴുവൻ കടലാണ്. അപ്പോൾ എത്തിച്ചേർന്ന കീർത്തി മന്ദിർ, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു സ്മാരകം ആണ് ഈ കീർത്തി മന്ദിർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കീർത്തി മന്ദിർ എന്നതിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് ഗാന്ധിജി ജനിച്ച വീടും, അതായത് അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു കീർത്തി മന്ദിർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഗാന്ധിജി ജനിച്ച വീട്, ആ വീട്ടിൽ പോകാനും ഗാന്ധിജി നടന്ന സ്ഥലങ്ങളിലൂടെ, അതുപോലെ ജനിച്ച് വീണ സ്ഥലം, അദ്ദേഹം നടന്ന് വളർന്ന ആ വീട് ഒക്കെ വളരെ നന്നായി പരിപാലിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ അന്നത്തെ നമ്മളൊരു സാഹചര്യം വെച്ച് നോക്കിയാൽ നല്ല സൗകര്യങ്ങളുള്ള ഒരു 3 നില മാളിക, പഴയ വീടിന് നമ്മൾ പറയുന്നത് അങ്ങനെയാണല്ലോ, 3 നില മാളിക, നല്ല കൊത്തുപണികളുള്ള വാതിലും ജനലുകളൊക്കെ ഉള്ള വീടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ മുറിയിലാണ് ഗാന്ധിജി ജനിച്ചു വീണത് എന്നാണ് പറയുന്നത്. അതവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ മുറിയും അത്യാവശ്യം വലിപ്പവും സൗകര്യവും ഒക്കെ ഉള്ളത് തന്നെയാണ്. പിന്നെ അതിലെടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മുറികളിലുള്ള തണുപ്പാണ്. ഒരു ഫാനോ അങ്ങനെയുള്ള മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാലത്തെ ആ ഒരു നിർമ്മിതിയുടെ പ്രത്യേകത കൊണ്ടാവാം ആ മുറിക്കുള്ളിൽ വളരെയധികം തണുപ്പാണ്. മുകളിലേക്ക് കയറിപ്പോവാൻ ഗോവേണിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ വീട്ടിലൊരു മഴവെള്ള സംഭരണി, അക്കാലത്ത് ഒരു മഴവെള്ള സംഭരണിയുടെ ഒരു സംവിധാനം കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാൽക്കണിയും ഒട്ടുപ്പാവുകളൊക്കെ ആയിട്ടുള്ള ഒരു വളരെ ഏറെ മുറികളൊക്കെയുള്ള വളരെ സൗകര്യമുള്ള ഒരു മാളിക തന്നെയായിരുന്നു ഗാന്ധിജി ജനിച്ചു വീണ അത്. അപ്പോൾ അത് തീർച്ചയായും നമുക്ക് പോയി കാണേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ ഇപ്പോഴും ചുവരിലൊക്കെ ചെറിയ ചിത്രപ്പണികളും ഒക്കെ നമുക്ക് മങ്ങി നശിച്ചു പോവാതെ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെ 3 നിലകളുള്ള അനേകം മുറികളുള്ള ഒരു ഗൃഹമായിരുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ കീർത്തി മന്ദിറിൻ്റെ ഭാഗമായിട്ട് പിന്നെ നമുക്ക് കാണാൻ കഴിയുക ഗാന്ധിജിയുടെ ഒരു സ്മാരകം അല്ലെങ്കിൽ ഒരു മ്യൂസിയം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ അതിലെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫോട്ടോകൾ, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഫോട്ടോകൾ, പല അവസരങ്ങളിൽ എടുത്തത്, പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കൾ, അദ്ദേഹത്തിൻ്റെ കളിക്കോപ്പുകൾ. അപ്പോൾ അത് മാത്രമായിട്ടൊരു വീഡിയോ ഗാന്ധി സ്മൃതി ബന്ധപ്പെട്ടൊരു വീഡിയോ വേറെ വിശദമായി വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മന്ദിരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കിയത്. അതായത് ഈ ഒരു മന്ദിരത്തിനോട് ചേർന്ന് തന്നെയാണ് ഒരു 100 മീറ്റർ 150 മീറ്ററിനുള്ളിലാണ് കസ്തൂർബ ഗാന്ധിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കസ്തൂർബ ഗാന്ധിയുടെ വീടിനകത്തേക്ക് കയറി അവിടെ കുറച്ച് മുറികൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഫോട്ടോ എടുക്കാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്തായാലും അയൽവാസികളായിരുന്നു 2 പേരും എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അപ്പോൾ കസ്തൂർബ ജനിച്ച സ്ഥലം ഒക്കെ കാണാൻ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം നമ്മൾ ഒരു ശിവലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലേക്കാണ് പോയത്. അത് കടൽ തീരത്ത് നല്ല ഒരു ദൃശ്യം തന്നെയായിരുന്നു വൈകുന്നേര സമയത്ത്. പിറ്റേ ദിവസം ഞങ്ങൾ പോയത് ദ്വാരകയുടെ മൂലക്ഷേത്രം. ഇപ്പോൾ ശ്രീകൃഷ്ണൻ ബലരാമനും കൂടി വന്ന്
ദ്വാരകയിലേക്ക് പോകുന്നതിന് മുമ്പേ തങ്ങിയ സ്ഥലം അവിടെയാണ് ഈ മൂലക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ്. അപ്പോൾ അത് തീർച്ചയായും വളരെ ഭംഗിയുള്ള, അതേസമയം വളരെ ഒരു ചൈതന്യമുള്ള ഒരു ക്ഷേത്രമായിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഐതിഹ്യത്തെ പറ്റിയും അതിൻ്റെ മറ്റ് പ്രാധാന്യത്തെ പറ്റിയൊക്കെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ആചാര്യൻ നമുക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു അനുഭവമായിരുന്നു. സാധാരണ ഏതൊരു യാത്രയിൽ നമ്മൾ പോകുന്നതിനേക്കാളും ഇതേപോലെയുള്ള ആചാര്യന്മാരോടൊപ്പം പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സവിശേഷത അതാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ ആ ക്ഷേത്രത്തോട് ചേർന്ന് കണ്ട ഒരു പ്രത്യേക കാഴ്ച, ഒരു സ്റ്റെപ്പ് വെൽ, ഒരു സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതൊരു കിണറാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു കിണർ ആണ് അതിൻ്റെ അവസാനം ഉണ്ടാവുക. കാരണം നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ ആ ഒരു നിർമ്മിതി. കിണർ വളരെ ദൂരെയാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഉയർന്നു വരുന്നതിനനുസരിച്ച് അത് സ്റ്റെപ്പിൽ കൂടെ മുകളിൽ വരെ വന്നിട്ടുണ്ടാവാം. വെള്ളം താണു പോയി കഴിഞ്ഞാൽ അതിലെ എങ്ങനെ ഇറങ്ങി പോയി കിണറിൻ്റെ അവിടെ വരെ പോകാൻ പറ്റും. പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ പുരാതനമായിട്ടുള്ള പല സംഗതികളാണതൊക്കെ സംരക്ഷിക്കേണ്ടതാണ്. പിന്നെ ശരിക്കും നമ്മളൊരു പിഞ്ഞാണം ഒക്കെ ഒരു കമഴ്ത്തി വെച്ചാൽ ഉള്ള മേൽക്കൂര, അപ്പോൾ അതേപോലെയുള്ള ഒരു മേൽക്കൂരയോട് കൂടിയ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ പോയി. പിന്നെയും പേര് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി. അങ്ങനെ അവസാനം നമ്മൾ ദ്വാരക ക്ഷേത്രം പോയി. ഇപ്പോൾ പുറത്തു നിന്ന് അതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ദ്വാരകാധീശ മന്ദിർ, ദ്വാരകാധീശൻ്റെ ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നുമുള്ള പെർമിഷനില്ല. എങ്കിലും പുറമേ നിന്ന് അത് കണ്ട് അവിടെ ദർശനം നടത്താനും, അവിടെ ഗോമതി തീരത്ത് പിറ്റേ ദിവസം രാവിലെ ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം പിതൃബലി അർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ഓരോ കാര്യങ്ങളും നമ്മളൊരു ബലിതർപ്പണം നടത്തുമ്പോൾ ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം, എന്തിന് ചെയ്യണം, അതിൻ്റെ ഫലം എന്താണെന്നൊക്കെ അദ്ദേഹം വളരെ നന്നായി വിവരിച്ചു തന്നു. പിന്നെ പല പ്രാവശ്യം നമുക്ക് ഈ ദ്വാരകാധീശ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ, ആ പുണ്യഭൂമിയിലൊക്കെ സഞ്ചരിക്കാനുള്ള അവസരം രാത്രിയും പകലുമായി ലഭിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് നാഗേശ്വർ ക്ഷേത്രത്തിലാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു ജ്യോതിർലിംഗം ഗുജറാത്തിൽ തന്നെ ഉള്ളത് നാഗേശ്വർ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ആ ഒരു ക്ഷേത്രം ഇതുപോലെ വളരെയധികം തിരക്കേറിയ ഒരു ക്ഷേത്രമാണ്. എങ്കിലും ആ ഒരു ദർശനം ലഭിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പം അതിന് ശേഷം ഞങ്ങൾ പോയത് ഗോപി തലാബിലേക്കാണ്. ഗോപികമാർ ജലസമാധി അടഞ്ഞു എന്ന് പറയുന്ന ആ സ്ഥലത്ത്, അവിടെ ഇപ്പോഴും ആ ഒരു ഗോപി ചന്ദൻ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കും. നമുക്ക് തിലകം ചാർത്താൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഗോപി തലാബ് തടാകത്തിൻ്റെ ചുറ്റുമായി ശരിക്കും പറഞ്ഞാൽ ഓരോ വീടുകളും ഓരോ ക്ഷേത്രമായി പരിണമിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു മനോഹരമായ തടാകമാണ്. അപ്പോൾ അതിന് ചുറ്റും ആയിട്ടാണ് ഈ നിരവധി ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾ ഉള്ളത് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ പലതിലും പല വലിപ്പത്തിലും രൂപത്തിലും ഒക്കെയുള്ള ക്ഷേത്രങ്ങളാണ്. അതേപോലെയുള്ള വളരെയധികം ചൈതന്യത്തോടു കൂടിയുള്ള പ്രതിഷ്ഠകളൊക്കെയാണ് ഗോപിനാഥ് മന്ദിറിലൊക്കെ കാണാൻ സാധിച്ചത്. പിന്നെ പോയത് ബേട്ടു ദ്വാരകയിലേക്കാണ്. അപ്പം മുമ്പ് അവിടേക്ക് പോകുന്നത് ബോട്ട് വഴിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വന്നതിന് ശേഷം പുതിയതായൊരു പാലം, അല്ലെങ്കിൽ ഏതാണ്ട് ഒരു അരമണിക്കൂർ നമ്മളെ ബോട്ടിൽ കുറച്ചൊരു സാഹസിക യാത്രയായിരുന്നു. എല്ലാവർക്കും പ്രായമായവർക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പോകാൻ. അപ്പോൾ അതൊക്കെ ഒഴിവായിക്കൊണ്ട് വളരെ മനോഹരമായൊരു പാലം ഇപ്പം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും
നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു നിർമ്മിതിയുടെ ചില അവശിഷ്ടങ്ങൾ മാത്രമേ ഇപ്പോഴും കാണാനുള്ളൂ. യഥാർത്ഥത്തിലുള്ള ക്ഷേത്രം, അതിൻ്റെ ഭാഗത്തേക്കൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാനും അതൊന്നും നിർവാഹമില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന നിർമ്മിതി, പഴയ കാലത്തെ ഒരു നിർമ്മിതിയുടെ അടിസ്ഥാന രൂപം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതാണ്. പിന്നെ ഞങ്ങൾ പോയത് രുക്മിണി ദേവിയുടെ മന്ദിറിലേക്കാണ്. അപ്പോഴേക്ക് ഏതാണ്ട് ഇരുട്ട് വീണ് കഴിഞ്ഞിരുന്നു. പക്ഷേ വല്ലാത്തൊരു വൈബായിരുന്നു അവിടെ ഉള്ളത്. പിന്നെ കാണാൻ പോയ ഒരു ക്ഷേത്രം അടുത്ത ദിവസം കണ്ടത് നമ്മുടെ അക്ഷർധാമിൻ്റെ മാതൃകയിലുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അത് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാന രൂപവും താരതമ്യേന പുതിയ കാലത്തുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം ഇതൊക്കെ അതിൻ്റെ ഒരു ആധുനികത, അതുവഴിയുള്ള തരത്തിലുള്ള ശില്പ വേലകളൊക്കെയാണ് അവിടെ കാണാൻ സാധിച്ചത്. അതിനൊപ്പം നമ്മൾ കണ്ട മൂലദ്വാരകയിൽ കണ്ട ക്ഷേത്രത്തിന് സമാനമായ ഗോപുരങ്ങളോട് കൂടിയ നിരവധി ക്ഷേത്രങ്ങൾ ആ ഭാഗത്തെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ദ്വാരകയിലാണെങ്കിലും പോകുന്ന വഴികളിലൊക്കെ തന്നെ നമുക്ക് കടൽ തീരത്തും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ടായിരുന്നു, അവിടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ വളരെ പ്രസിദ്ധമായൊരു ലസ്സി വളരെ പ്രസിദ്ധമാണെന്ന് അറിഞ്ഞു. അപ്പോൾ അത് ഒന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞു. ഗുജറാത്തിൻ്റെ കരകൗശല ഉൽപ്പന്നങ്ങൾ ധാരാളമായിട്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ കൊണ്ടുവന്നിരുന്നു. അത് ഒക്കെ ആളുകളെല്ലാവരും വളരെ വാങ്ങി. അങ്ങനെ 4-5 ദിവസത്തെ ദ്വാരകയിലെ താമസത്തിന് ശേഷം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തിരിച്ച് കേരളത്തിലേക്ക് ഉള്ള മടക്ക യാത്രയിൽ പുറപ്പെട്ടു. പോകുമ്പോൾ ആരും അറിയില്ലായിരുന്നെങ്കിലും തിരിച്ചു വരുമ്പോൾ എല്ലാവരും വളരെ നല്ല സുഹൃത്തുക്കളായി മാറി. അതുപോലെ തന്നെ ഒരു തീർത്ഥയാത്ര, ആചാര്യൻ പറയുന്ന പോലെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനും നമ്മളെ തന്നെ റിഫൈൻ ചെയ്യാനുള്ള ഒരു യാത്ര ആണ് തീർത്ഥയാത്ര എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു അർത്ഥത്തിൽ വളരെയധികം ഒരു സ്വയം എത്തിനോട്ടത്തിലേക്ക്, സ്വയം റിഫൈൻമെൻറ്റിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ആചാര്യനോടൊപ്പമുള്ള ഈ യാത്ര. അപ്പോൾ ഈ യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന വിഷ്ണു, കിരൺ, അവരാണ് ഈ ഫോട്ടോയിലുള്ളത്.